എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഭാരതത്തിൽ അവിടെവിടെയും കേരളത്തിൽ ഏതാണ്ട് മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അപമാനിച്ചുകൊണ്ടിരുന്നത്, ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്, നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ധർമ്മസ്ഥലയെ ആയിരുന്നല്ലോ. എത്രയോ ലക്ഷം ആൾക്കാർ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കുവാനുള്ള ഗൂഢമായ ശ്രമം, അവിടെ നൂറുകണക്കിന് ആൾക്കാരെ ബലാത്സംഗം ചെയ്യുന്നു, പെൺകുട്ടികളെ, യുവതികളെ ബലാത്സംഗം ചെയ്യുന്നു, കൊല്ലുന്നു, കുഴിച്ചിടുന്നു, യാതൊരു കണക്കുമില്ല. ചോദ്യം ചെയ്യുന്നവരും കൊല്ലപ്പെടുന്നു, വാർത്ത കൊടുക്കുന്നവർ കൊല്ലപ്പെടുന്നു. എന്തെല്ലാം ബഹളങ്ങളായിരുന്നു, എന്തെല്ലാം ആക്ഷേപങ്ങളായിരുന്നു, എന്തെല്ലാം ഹീനമായ പ്രയോഗങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങളും, ഒരു പറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 90% മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും ചില മതസംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയിരുന്നത്. ധർമ്മസ്ഥലയിലെ അതിൻ്റെ തലവനെയും അവിടുത്തെ ആരാധനാ കേന്ദ്രത്തെയും ഒക്കെ ലോകം മുഴുവൻ അപമാനിക്കുവാൻ, ലോകം മുഴുവൻ അതിനെക്കുറിച്ചുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുവാൻ, അവിടെ നടക്കുന്നത് അവിടെ തീർത്ഥാടന കേന്ദ്രമല്ല, അവിടെ കൊലപാതക കേന്ദ്രമാണ്, ബലാത്സംഗ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെ കൊണ്ടൊക്കെയോ പരാതി കൊടുപ്പിക്കുകയും എവിടുന്നൊക്കെയോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുകയും അത്തരം ഒരു വലിയ ചർച്ച നാളുകളായി കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും നിലനിൽക്കുകയായിരുന്നു. കേരളത്തിലെ മിക്കവാറും മാധ്യമത്തിന്റെ അവതാരകര് എല്ലാവരും മത്സരിക്കുകയായിരുന്നു. ധർമ്മസ്ഥലയുടെ പവിത്രത, ധർമ്മസ്ഥലയാണോ, പീഡനസ്ഥലയാണോ, കൊലസ്ഥലയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും ആക്ഷേപങ്ങളും എത്രയോ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു പുതിയ കാര്യമല്ല. ധർമ്മസ്ഥലയെക്കുറിച്ച് ഇത് ആദ്യമായിട്ടാണെങ്കിലും അതിനു മുൻപ് അവിടെ അനേകം സന്ദർഭങ്ങളിൽ അവിടെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ മതപ്രചാരകന്മാർ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൽ കടന്നു കയറി അവിടെ മതപ്രചാരണം നടത്തുകയും അത് പ്രശ്നമാവുകയും കേസാവുകയും സംഘർഷം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ മലിനമാക്കുന്നു എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ വഴിപാട് സാധനങ്ങളും ആഹാര സാധനങ്ങളും ചീത്തയാക്കുവാൻ വേണ്ടി മനഃപൂർവ്വമായ ശ്രമം നടന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വർഷത്തെ കണക്കെടുത്താൽ കോടിക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ധർമ്മക്ഷേത്രത്തെക്കുറിച്ച്, ഒരു സാംസ്കാരിക കേന്ദ്രത്തെക്കുറിച്ച്, ഒരു ആധ്യാത്മിക കേന്ദ്രത്തെക്കുറിച്ച്, ഒരു ഹൈന്ദവ കേന്ദ്രത്തെക്കുറിച്ച് ഇത്ര മനഃപൂർവമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ആരെങ്കിലും ചില വ്യക്തികളോ ഏതാനും ചില ഏജൻസികളോ കുറച്ചു പൈസയോ മുടക്കിയത് കൊണ്ട് ആകാൻ സാധ്യതയില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇതിനെ ഇത്രയധികവും ആക്ഷേപിക്കുവാൻ കാരണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് ആലോചിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും നമുക്ക് ബോധ്യപ്പെടും. ബോധ്യപ്പെടുന്നത് കുറച്ചു കാലം മുൻപായിരുന്നല്ലോ ശബരിമല ഒരു വലിയ കേന്ദ്രമായിരുന്നല്ലോ. കോടിക്കണക്കിന് ആൾക്കാര് ഭക്തജനങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ആഗോള തലത്തിൽ കോടിക്കണക്കിന് ഭക്തന്മാർ, അയ്യപ്പന്മാർ വന്നുകൊണ്ടിരിക്കുന്ന ആ ശബരിമലയെ അപകീർത്തിപ്പെടുത്തുവാൻ, അവിടെ സംഘർഷഭരിതമാക്കുവാൻ വേണ്ടിയുള്ള സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്പോൺസർ ചെയ്തുകൊണ്ട് എന്തെല്ലാം കൊള്ളരുതായ്മകൾ അവിടെ നടത്തി, എന്തെല്ലാം അക്രമങ്ങൾ അവിടെ ചെയ്തു, എന്തെല്ലാം സംഘർഷങ്ങൾ അവിടെ സൃഷ്ടിച്ചു. എന്തിനായിരുന്നു അത്? സ്ത്രീ സ്വാതന്ത്ര്യമൊന്നും സ്ത്രീ പ്രവേശനമൊന്നും ആരാധനാ സ്ഥലത്ത്, മതകേന്ദ്രങ്ങളിലോ ആധ്യാത്മിക കേന്ദ്രങ്ങളിലോ, അത് ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ആർക്കും തോന്നുന്നത് പോലെ വലിഞ്ഞു കയറി വരാനോ അവർക്ക് തോന്നുന്നത് പോലെ പെരുമാറാനോ പറ്റുന്ന സ്ഥലമല്ല. അത് പബ്ലിക് പ്രോപ്പർട്ടി അല്ല ആരാധനാ കേന്ദ്രം എന്ന് പറയുന്നത്. പരിമിതമായ ആൾക്കാർക്ക്, ഭക്തന്മാർക്ക് മാത്രം വരാനുള്ള സ്ഥലമാണ് ക്ഷേത്രങ്ങൾ. അതല്ലാതെ ലോകത്തിലെ ആർക്കും എങ്ങനെയും എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് നിയമ പരിരക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന തെമ്മാടികളെയും അരാജകവാദികളെയും വ്യഭിചാരികളെയും ഒക്കെ ആയിരക്കണക്കിന് പോലീസിന്റെ സാന്നിധ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെ കയറ്റാൻ തുടങ്ങിയത് എന്തിനായിരുന്നു? അവിടെ ആ പ്രശ്നം മാത്രമല്ലല്ലോ, അവിടെ അരവണയുടെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നു. തീർത്ഥാടകർക്ക് മണിക്കൂറുകളും ദിവസങ്ങളും നിന്നവർ മടുത്ത് തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു, സൗകര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നു, കക്കൂസുകൾ പൂട്ടിയിടുന്നു. ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ട് കക്കൂസും കുളിമുറിയും വരെ പൂട്ടിയിട്ട സന്ദർഭങ്ങൾ വരെ ഉണ്ടാവുന്നു.
എന്തിനാണ് ശബരിമലയിലെ ഈ അന്തരീക്ഷത്തെ, ഈ ഭക്തിയുടെ അന്തരീക്ഷത്തെ, ഈ തീർത്ഥാടന കേന്ദ്രത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, കോടിക്കണക്കിന് ആൾക്കാരാണ് 2-3 മാസം കൊണ്ട് വന്നു പോകുന്നത്. അത്രയും കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്തിൽ എവിടെയും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ശബരിമലയെ ടാർഗറ്റ് ചെയ്യാൻ കാര്യം? ഒരു ഹൈന്ദവ കേന്ദ്രത്തെ തകർക്കാനുള്ള ഉദ്ദേശം എന്തിനായിരുന്നു? ഇപ്പൊ അടുത്ത കാലത്തന്നെ നമ്മുടെ ഉത്തർപ്രദേശിലെ ഈ വലിയ കുംഭമേള നടന്നത്, എത്രയോ കോടിക്കണക്കിന് 40, 50, 65 കോടി ജനങ്ങളോ മറ്റോ, ആലോചിച്ചു, എത്രയോ രാജ്യങ്ങളിലെ ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ വരുന്ന അത്ര സംഖ്യ അവിടെ ഈ ഏതാനും ആഴ്ചകൾ കൊണ്ട് വന്നു പോയപ്പോൾ അവർക്ക് മുഴുവൻ വേണ്ട ആഹാരങ്ങളും അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളും, താമസ സൗകര്യങ്ങളും, കക്കൂസും കുടിവെള്ളവും അതുപോലെ വസതിഗൃഹങ്ങളും പോരാ, ജലം മലിനമാകാതിരിക്കുവാനുള്ള മുൻകരുതലുകളും, മലിനമായാൽ അതിനെ ശുദ്ധീകരിക്കുവാനുള്ള സംവിധാനങ്ങളും, ഒറ്റപ്പെട്ടു പോകുന്ന ഈ കോടാനുകോടി മനുഷ്യർ വരുന്ന ഇടങ്ങളിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോയാൽ അവരെ കണ്ടെത്തി ബന്ധുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് എത്തിക്കുവാനുള്ള ലോകത്തിൽ ഇത്രയും മഹത്തായ മാനേജ്മെന്റ്, ലോക മാനേജ്മെന്റ് വിദഗ്ധന്മാർ ആഗോളതലത്തിലുണ്ടല്ലോ. വലിയ വലിയ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഈ പശു ബെൽറ്റ് എന്ന് പറയുന്ന, കൗ ബെൽറ്റ് എന്ന് ആക്ഷേപിക്കുന്ന ഈ ഭാരതത്തിൽ ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ അവിടെ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും അതിനെ പർവ്വതീകരിച്ച് ആഗോളതലത്തിൽ അവിടെ കൂട്ടമരണം ഉണ്ടാകുന്നു, വെള്ളം വിഷമയമാകുന്നു, മലിനമാകുന്നു, ആഹാരം കിട്ടാതെ പോകുന്നു, എന്തെല്ലാം നുണകളി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ ഗുരുവായൂരും ഇടയ്ക്കിടയ്ക്ക് ചില വിവാദങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു. അവിടെ അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഹോട്ടലുകളിൽ അവിടെ വൃത്തികെട്ട തരത്തിൽ ഭക്ഷണം കൊടുപ്പിക്കുന്നു. അവിടെയുള്ള ഹോട്ടൽ നടത്തുന്ന ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് അമ്പലത്തിനെതിരായ ആക്ഷേപങ്ങൾ ഉന്നയിപ്പിക്കുന്നു. ഇങ്ങനെ ഗുരുവായൂരിലെ സമാധാന അന്തരീക്ഷവും ഭക്തിയുടെ അന്തരീക്ഷത്തിനെയും മലിനപ്പെടുത്തുവാൻ എരുമേലി പേട്ടതുള്ളലിന് പോയ ആൾക്കാർക്ക് കെമിക്കൽ കലർന്ന സിന്ദൂരവും ഭസ്മവും ഒക്കെ കൊടുത്ത് പലർക്കും മുഖം പൊള്ളുകയോ ശരീരം ചൊറിഞ്ഞു തടിക്കുകയോ ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ശബരിമലയെ, ധർമ്മസ്ഥലയെ, ഗുരുവായൂരിനെ അല്ലെങ്കിൽ വലിയ ഹൈന്ദവ കേന്ദ്രങ്ങളെ ഇങ്ങനെ മനഃപൂർവമായി അപമാനിക്കുവാനോ തകർക്കുവാനോ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത് രാഷ്ട്രീയമല്ല. ഈ ഭാരതത്തിന്റെ സംസ്കാരത്തെ, ഈ നാടിന്റെ ചൈതന്യത്തെ അതിലും അത്രയും പോലും സങ്കല്പിക്കാനോ അംഗീകരിക്കാനോ സാധ്യതയില്ലെങ്കിൽ ഹിന്ദു എന്നുള്ള നിലയിലെങ്കിലും എന്തുകൊണ്ട് ഹൈന്ദവ കേന്ദ്രങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്നു? ഹിന്ദു സങ്കല്പങ്ങളെ ആക്ഷേപിക്കുന്നു, ഗണപതിയെ ആക്ഷേപിക്കുന്നു, ശബരിമല അയ്യപ്പനെ കുറിച്ച് എത്ര വികൃതമായ തരത്തിൽ അപമാനിക്കുന്നു. തൊട്ടടുത്ത ദിവസമല്ലേ തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിലുള്ള സർവകലാശാലയിൽ രാമായണത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ആ സർവകലാശാലയിൽ തന്നെ പ്രകടനങ്ങളും പോസ്റ്ററുകളും ഒക്കെ എഴുതി ഒട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ നാണം കെട്ട, വൃത്തികെട്ട ഈ ഒരു അപമാനിക്കൽ ഹിന്ദു ബിംബങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത്? 2 കൂട്ടരാണ് അത് ചെയ്യുന്നത്. പ്രധാനമായിട്ടും അത് കമ്മ്യൂണിസ്റ്റുകാരും. അത് അവർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുന്നത് ചില മത തീവ്രവാദികൾക്കും വർഗീയവാദികൾക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് ചെയ്തു കൊടുക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ടേമായിട്ട് തുടർഭരണം നടത്തുന്ന ശ്രീ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം, ഇത് ആദ്യമല്ല. കമ്മ്യൂണിസം ഭാരതത്തിൽ, കേരളത്തിൽ വന്ന കാലം തൊട്ട് അവർ തുടർച്ചയായി ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദു സങ്കല്പങ്ങളെയാണ്, ഹിന്ദു ബിംബങ്ങളെയാണ്, ഹിന്ദു ആരാധന കേന്ദ്രങ്ങളെയാണ്, ഹിന്ദു സാംസ്കാരിക മൂല്യങ്ങളെയാണ്, ഹിന്ദു കുടുംബങ്ങളെയാണ്. അങ്ങനെ തച്ച് തകർക്കുവാൻ, കുടുംബങ്ങളെ തകർത്ത് കളയുവാൻ, ആരാധനാ കേന്ദ്രങ്ങളെ അധപ്പതിപ്പിക്കുവാൻ, തീർത്ഥാടന കേന്ദ്രങ്ങളെ തകർക്കുവാൻ, ഭാരതീയമായ ഹൈന്ദവമായ സങ്കല്പങ്ങളെ നശിപ്പിക്കുവാനുള്ള വലിയ ഒരു അജണ്ട ആഗോളതലത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളോടുകൂടി, അതിന്റെ പിന്തുണയോടുകൂടി മതശക്തികളും അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് പണി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഇത് ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ധർമ്മസ്ഥലയിൽ എത്രയോ കാലങ്ങളായി നിലനിന്നു വരുന്ന അതിവിശിഷ്ടമായ ഒരു സങ്കല്പവും പ്രവർത്തനം അവിടെ നടക്കുന്നതാണ്. ഒരു വലിയ ഏരിയയെ മുഴുവൻ, ആ പ്രദേശത്തെ മുഴുവൻ തകർക്കുവാൻ, 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ആ പ്രദേശത്തെ മുഴുവൻ, അവിടെ സ്ത്രീകൾ അപ്രത്യക്ഷമാകുന്നു എന്നും അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നും, അത് ഒരു
പരാതി, ഒരു പ്രായമായ ഒരമ്മയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു, എൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ കൊന്നു കുഴിച്ചിട്ടതാണ്, ബലാത്സംഗം ചെയ്തതാണ് എന്ന് കേസ് വന്നു. അവസാനം കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയപ്പോൾ ഇപ്പൊ കണ്ടെത്തിയത് എന്താണ്? ഈ കേരളത്തിൽ നിന്നുള്ള ചില ജിഹാദി ഗ്രൂപ്പുകളും ചില ഓൺലൈൻ ചാനലുകളും മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകളും അടക്കമുള്ളവർ ഉറഞ്ഞു തുള്ളിയ അവരൊക്കെ ഇന്ന് പറഞ്ഞിരിക്കുന്നു, വലിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നു. എന്തോന്ന് ട്വിസ്റ്റ്? നിങ്ങളൊക്കെ ഉണ്ടാക്കിയത് തന്നെയാണിത്. ഒരു ട്വിസ്റ്റും ഇല്ല. സത്യം തെളിഞ്ഞു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിയ തട്ടിപ്പ്, നിങ്ങൾ സൃഷ്ടിച്ച ഈ ഒരു പുകമറ, നിങ്ങൾ നശിപ്പിക്കാൻ ആഗ്രഹിച്ചത് സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾ പ്ലേറ്റ് തിരിച്ചു വെക്കുന്നു എന്ന് മാത്രം. കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഏതാണ്ട് എല്ലാ മുഖ്യധാരാ ചാനലുകളും മാറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരും ഈ വൃത്തികെട്ട പണി ചെയ്തവരിൽ നിന്നും ഒട്ടും അകലെയല്ല. നിങ്ങളാണ് അതിനെ ഹൈലൈറ്റിൽ കൊണ്ടുവന്നത്, നിങ്ങളാണ് അതിനെ അപമാനിച്ചത്. ഏതെങ്കിലും ഏഴാംകിട വ്യഭിചാരികളോ കള്ളന്മാരോ കൊള്ളക്കാരോ വഞ്ചകന്മാരോ പറയുന്നത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ നാടിനെ മുഴുവൻ അപമാനിക്കുവാൻ, കോടാനുകോടി ഹിന്ദുക്കളെ ആക്ഷേപിക്കുവാൻ, ഇവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളെ തകർക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പണം പറ്റിക്കൊണ്ടല്ല നിങ്ങൾ ഈ ചർച്ചകൾ ആഴ്ചകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിങ്ങൾ ഈ ചർച്ച സംഘടിപ്പിച്ചത്? എന്ത് തെളിവ് കിട്ടിയിട്ടായിരുന്നു? ഒരു ആരോപണം ഉണ്ടായാൽ അത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് തെളിവ് കിട്ടിയതിന് ശേഷമായിരുന്നില്ലേ നിങ്ങൾ ആക്ഷേപിക്കേണ്ടിയിരുന്നത്? തെളിവ് കിട്ടിയതിന് ശേഷമായിരുന്നില്ലേ നിങ്ങളുടെ വിചാരണ ഉണ്ടാകേണ്ടിയിരുന്നത്? നിങ്ങൾ മാധ്യമ വിചാരണ നടത്തിയത് എത്ര ലക്ഷം രൂപ ഓരോരുത്തരും കൈപ്പറ്റിയിട്ടാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് സ്വന്തം പൈതൃകത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം. ഞങ്ങൾ സത്യമറിയാതെ വസ്തുത എന്താ എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് ഇത്തരം ചർച്ച സംഘടിപ്പിച്ച ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാനുള്ള മര്യാദ സ്വന്തം അച്ഛനെയും അമ്മയെയും ഓർത്തിട്ടെങ്കിലും അത്തരം ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം. ആ ക്ഷമ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്തിനായിരുന്നു ഇത്രയും വലിയ ആക്ഷേപങ്ങൾ? ഈ ധർമ്മസ്ഥല സർക്കാരിൻ്റെക്ക് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ നൂറുകണക്കിന്, ഒന്നും രണ്ടും എന്നല്ല പറഞ്ഞത്, 40 പേരെ മറ്റേ കുഴിച്ചിട്ടു എന്ന് ആണ് ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞു പോലും. അയാൾ പറഞ്ഞ ഉടനെ അത് വാർത്തയാക്കുകയാണ് ചെയ്യേണ്ടത്. അയാൾ പറഞ്ഞ ഉടനെ അത് സത്യമെന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്ത് വൃത്തികെട്ട പണിയാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വിശേഷിച്ചും വിദേശ ശക്തികളിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെയും സങ്കല്പങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും തകർക്കാനുള്ള മനഃപൂർവമായ അജണ്ടയ്ക്ക് നിങ്ങൾ നിന്നുകൊടുക്കുകയും നിങ്ങൾ മാധ്യമ വ്യഭിചാരം നടത്തുകയും ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് മുൻകൈയെടുത്ത് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളെയും സാംസ്കാരിക കേന്ദ്രങ്ങളെയും തകർക്കാനുള്ള പദ്ധതി സർക്കാരിന്റെ അജണ്ടയിൽപ്പെടുത്തി ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സർക്കാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എല്ലാം പാർട്ടിയാണല്ലോ ചെയ്യുന്നത്. പോലീസിന്റെ പണി വരെ പാർട്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അയ്യപ്പ സംഗമം നടത്തുന്നു. ഇതൊന്നും നന്നാക്കാനല്ല. നിങ്ങൾ ഓർക്കണം, വ്യഭിചാരികളെ പോലീസ് സംരക്ഷണയിൽ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ച നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നുവെങ്കിൽ അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടോ ശബരിമല തീർത്ഥാടനത്തിന്റെ മാഹാത്മ്യം ലോകത്തോട് വിളിച്ചു പറയാനോ അല്ല എന്ന് സംശയിക്കുന്നു ഞങ്ങൾ. ഇതിനോട് ആദരവുള്ള ആൾക്കാർ, ഈ അജണ്ടയെ തിരിച്ചറിയുന്നവർ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, വിശേഷിച്ചും ഹിന്ദുക്കളോട് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജിഹാദികളും ചേർന്ന് ഭാരതീയമായ അതിന്റെ മൂലസ്രോതസ്സുകളെ, സംസ്കാരത്തിന്റെ മൂലസ്രോതസ്സുകളെ, കുടുംബ സങ്കല്പങ്ങളെ, സാംസ്കാരിക മൂല്യങ്ങളെ, തീർത്ഥാടന കേന്ദ്രങ്ങളെ, സംസ്കാരത്തിന്റെ ആണിക്കല്ലുകളെ പറിച്ചെറിയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാലങ്ങളായി ശ്രമിക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിലേറെയായി ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നു. മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ചെയ്യുന്നു. മാധ്യമ വ്യഭിചാരം നടത്തുന്നവർക്ക് പണം നൽകിക്കൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ മാപ്പ് പറയണം. സത്യം തിരിച്ചറിയാതെ ഈ ശബരിമലയെയും ഗുരുവായൂരിനെയും ധർമ്മസ്ഥലയെയും കുംഭമേളയെയും ഒക്കെ ആക്ഷേപിച്ച മാധ്യമപ്രവർത്തകർ മാപ്പ് പറയുകയോ അതല്ലെങ്കിൽ അവർ മാധ്യമ വ്യഭിചാരം നടത്തിയെന്ന് അംഗീകരിക്കുകയോ കൂലിപ്പണിക്കാരായി മറ്റുള്ളവരുടെ വിദേശ ശക്തികളുടെ
പണം കൈപ്പറ്റിയവരായ കൂട്ടിക്കൊടുപ്പുകാരാണെന്ന് നിങ്ങൾ സ്വയം അംഗീകരിക്കുകയോ ചെയ്യണം. ഈ സത്യം ഈ നാട്ടിലെ ഹിന്ദുക്കളെങ്കിലും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.